മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളേതാ പരീക്ഷയുടെ ആ ഒരു തിരക്കിലേക്കൊക്കെ പോവാണ്. ഫസ്റ്റ് ടേം എക്സാം അല്ലേ വരാണ്. അപ്പോൾ അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. എല്ലാ പരീക്ഷകളിലും സാധാരണ കാണുന്ന ഒരു ചോദ്യം ടീച്ചർ എന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്റെ പേര് ശ്രുതി എന്നാണ്, നിങ്ങളുടെ മലയാളം അധ്യാപികയാണ്. അതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. സൈലത്തിലെ 1 മുതൽ 12ാം ക്ലാസ്, പിന്നെ നീറ്റ് ജെഇ എല്ലാം ഉണ്ട് എന്നറിയാം. അപ്പൊ 12ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൽ ഒരു പുതിയ ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ തുടങ്ങിയ ബാച്ചുകൾക്കപ്പുറം പുതിയതായിട്ട് ഒരു 2.0 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ 4ാം ക്ലാസ്സിലായിക്കോട്ടെ, 5ാം ക്ലാസ്സിലായിക്കോട്ടെ, 6ാം ക്ലാസ്സിലും 7, 8, 9, 10 എല്ലാ ക്ലാസ്സിലും എന്താണ് 2.0 ബാച്ചുകൾ ഇവിടെ ഉണ്ട്. അപ്പോ അതിനിപ്പോ 10% നമുക്ക് ഓൾറെഡി ഉണ്ട് എന്ന് അറിയാം. അതിന്റെ ഒരു 10% ഫ്രീഡം ഓഫർ, സ്വാതന്ത്ര്യ ദിനത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രീഡം ഓഫർ വരെയാണ്. എന്താണ് അപ്പോൾ ഫ്രീഡം ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് താഴെ കാണുന്ന ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതിലപ്പുറം ഈ ഒരു കൂപ്പൺ കോഡ് ഫ്രീഡം ടു എക്സൽ എന്ന് പറയുന്ന ഓഫർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്നും 10% കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അതിനൊപ്പം നിങ്ങൾക്ക് പഠനമൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് പാരൻസിന്റെ ഫോണും അപ്പോൾ കയ്യിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾക്കൊരു ഐപാഡ് വാങ്ങണം എന്നുള്ളതാണെങ്കിൽ ഐപാഡ് കൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിനും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭ്യമാണ്. മുഴുവൻ പണം അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇതിനും ഒരു 10% ഓഫറാണ്. അപ്പോൾ ക്ലാസ് 4 to 12 ഓൺലൈൻ ട്യൂഷൻ, നീറ്റ് ജെഇ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നിങ്ങൾ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ചോദ്യം പറയാം. ലഘു ജീവചരിത്രം എഴുതുക. ഒരു കവിയെ കുറിച്ച് നിങ്ങളിപ്പോ ആരെ കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ പാഠഭാഗത്തുള്ള കവി അല്ലെങ്കിൽ കഥാകൃത്ത്, എഴുത്തുകാർ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ കുറിച്ച് ഒരു ലഘു ജീവചരിത്രം എഴുതാൻ പറയുന്ന സമയത്ത് സൂചനകൾ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനാണ് കുമാരനാശാൻ അല്ലേ. അപ്പോ മലയാളത്തിന്റെ പ്രിയ കവിയാണ്, സ്നേഹഗായകനാണ്. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ആധുനിക കവിത്രയത്തിൽ ഒരാള്, മഹാകവിയാണ്, സ്നേഹഗായകനാണ്, ആശയഗംഭീരനാണ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ആദ്യത്തെ കാവ്യത്തിന്റെ പേര് വീണപൂവ് എന്നാണ് എന്നും പറഞ്ഞു. പിന്നെ ആദ്യ പേര് കുമാരു എന്നായിരുന്നു. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. പിന്നെ ജനനം എവിടെയാണ്? കായ്ക്കരയിൽ. ഏത് വർഷം ജനിച്ചു? എന്ന് ജനിച്ചു. മരണം എങ്ങനെയായിരുന്നു? റെഡീമർ ബോട്ടപകടത്തിലായിരുന്നു മരിച്ചത്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ ഇനിയും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഇതിൽ തന്നിരിക്കുന്ന സൂചനകൾ മാത്രം വെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 5 മാർക്കിന്റെ ചോദ്യം ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ഗ്രേഡ് എളുപ്പത്തിൽ നേടാൻ പറ്റുന്നതാണ്. പുഷ്പവാടിയും ദുരവസ്ഥയും ലീല, ചിന്താവിഷ്ടിയായ സീത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സൂചനകൾ തരും. ഏത് കവിയെ കുറിച്ചാണെങ്കിലും കേട്ടോ. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോ എങ്ങനെയാ നമ്മള് ജീവചരിത്രം എഴുതുക? തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ടും നമുക്കറിയാവുന്നത് കുറച്ച് കൂട്ടിച്ചേർത്ത് എഴുതിയാല് അടിപൊളിയാവും കേട്ടോ. ഇത് നോക്കൂ. തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ നാരായണൻ കാളിയമ്മ ദമ്പതികളുടെ മകനായി 1873 ഏപ്രിൽ 12 ആശാന്റെ ജനനം. ജനിച്ചത് നമ്മൾ എഴുതി. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുമാരു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പേര്. അതിൽ തന്നത് തന്നെയല്ലേ, അത് നമ്മൾ സെന്റൻസിലോട്ട് മാറ്റി എഴുതുന്നു അല്ലെ. 14ാം വയസ്സിൽ സംസ്കൃത വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടു. ഗുരുനാഥനായി. അങ്ങനെ കുമാരൻ ആശാനായി, അല്ലെങ്കിൽ ആശാനായതോടുകൂടി കുമാരൻ ആശാനായി. പിന്നെ എന്താണ്? 1891 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ പരിചയപ്പെട്ടതോടെ ആശാന്റെ ജീവിത ലക്ഷ്യം തന്നെ മാറി മറിയുകയായിരുന്നു. ഗുരു ആശാനെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് അയച്ചു. ഇംഗ്ലീഷിൽ അഗാധ പരിജ്ഞാനം നേടിയ അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിൽ പാശ്ചാത്യ കവിതകൾ ഏറെ സ്വാധീനം ചെലുത്തി. അദ്ദേഹം എന്തായി? ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ബാംഗ്ലൂരിലൊക്കെ പോയി പഠിച്ചു. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നല്ല പരിജ്ഞാനം നേടി. അപ്പം എന്ത് ചെയ്തു? അദ്ദേഹം മറ്റു ഭാഷ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകളും വായിച്ചു തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ എഴുത്തിലും പ്രതിഫലിച്ചു. കുമാരനാശാന്റെ ആദ്യ കാവ്യമായിരുന്നു വീണപൂവ്. കുമാരനാശാന്റെ ആദ്യ കാവ്യമായിരുന്നു വീണപൂവ്. പിന്നെ നമ്മള് മരണം. അത് നിങ്ങൾക്ക് പിന്നെ എന്തിനെ കുറിച്ച് എഴുതാം? മരണം. നിങ്ങൾക്കും എന്തെങ്കിലും ജോലി വേണ്ടേ? മുഴുവനായും ടീച്ചർ പറഞ്ഞു തരരുതല്ലോ.
അപ്പൊ മരണം എങ്ങനെയായിരുന്നു? മരണം എങ്ങനെ മരിച്ചു എന്നും കൂടെ എഴുതുക കേട്ടോ. മരണം എങ്ങനെയായിരുന്നു? 1924 ജനുവരി 16 റെഡീമർ ബോട്ട് അപകടത്തിൽ അദ്ദേഹം മലയാളത്തിന്റെ പ്രിയ കവി മരണപ്പെട്ടു, അന്തരിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി അവസാനിപ്പിക്കാം. അപ്പോ പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. മക്കളെ, ഇതൊരു ഉദാഹരണമാണ്. ആരെക്കുറിച്ച് തന്നാലും സൂചനകൾ തരികയാണെങ്കിൽ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതിയാൽ എളുപ്പത്തിൽ A ഗ്രേഡ് നേടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ജീവചരിത്രക്കുറിപ്പ്. അപ്പൊ മറ്റു ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ടാറ്റാ ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.